നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മാല്യത്തെക്കുറിച്ച് പറഞ്ഞു, അലങ്കാര പൂജ, ഉഷപൂജ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദീപാരാധനയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേടി നടന്നേ താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. ഇന്നത്തെ വിഷയം ദീപാരാധന അത്താഴപൂജയും കുറിച്ചാണ്. ദീപാരാധന എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്കോ 5:30 ക്ഷേത്രങ്ങൾ തുറന്ന് ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്ത് ഒരുക്കങ്ങളൊക്കെ ഒരുക്കി 6:30 മുതൽ 6:45 വരെയുള്ള സമയങ്ങളിൽ നടത്തുന്ന ഒന്നാണ് ദീപാരാധന. ദീപാരാധന വിളക്കും കൽപ്പൂരത്തട്ട് ഇത് കണ്ടെല്ലാം ദേവിയെ ഒഴിയുന്നൊരു കാഴ്ച. അപ്പോൾ ആ നേരം നമ്മൾ ഭക്തിഫരം കൈകൾ കൂപ്പി നാമജപത്തോടു കൂടി ഭഗവതിയെ കണ്ണു തുറന്ന് കാണണം. ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ കണ്ണു തുറന്ന് വേണം കാണാൻ, ഒരിക്കലും അടച്ചൊന്നും പ്രാർത്ഥിക്കരുത്. ദീപാരാധന കണ്ടു തൊഴാനുള്ളതാണ്. ആ ദീപപ്രഭയ്ക്ക് ഉള്ളിൽ ദേവനോ ദേവിയോ ഇങ്ങനെ പുഞ്ചിരി തൂക്കി നമ്മളുടെ മുന്നിലിരിക്കുന്നത് കാണാൻ, അതാണ് മഹാഭാഗ്യം. അപ്പോൾ കണ്ണു തുറന്ന് വേണം ദീപാരാധന എല്ലാവരും തൊഴുവാൻ. അപ്പോൾ ദീപാരാധന തൊഴുതാൽ വെളിച്ചം മനസ്സിലും കുടുംബത്തും വെളിച്ചവും ഐശ്വര്യവും വന്നു ചേരും. ഒരു സംശയവുമില്ല. ദീപാരാധന എല്ലാവരും തൊഴുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വൈകിട്ടെത്തുമ്പോൾ ദീപാരാധന കഴിഞ്ഞിട്ട് വരാൻ നോക്കുക. ദീപാരാധന കഴിഞ്ഞ ആ ദീപവും തട്ടും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് തൊട്ട് വണങ്ങുക. അതിനുശേഷം പ്രസാദം സ്വീകരിച്ച് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ വൈകിട്ട് നടക്കുന്ന അത്താഴപൂജ 8 മണിക്കുള്ളിലാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ അത്താഴപൂജ നടക്കുക. 7 തൊട്ട് 8 മണിക്കുള്ളിൽ അത്താഴപൂജ നടക്കും. അത്താഴപൂജയ്ക്ക് ഈ പറഞ്ഞ പ്രകാരം തന്നെ വെള്ള നിവേദ്യം, പായസം, അതുപോലെ അപ്പം, അട, താമ്പൂലം എന്നിവയുണ്ടാവും. പ്രസന്ന പൂജയാണ് എന്നിവയുണ്ടാവും. അങ്ങനെ തിരുമേനി നട അടച്ചതെല്ലാം ദേവിക്ക് സമർപ്പിച്ച് നട തുറക്കുമ്പോൾ തീർത്ഥം തെളിക്കുമ്പോൾ നമ്മളതെല്ലാം ശിരസ് കുമ്പിട്ട് ആ തീർത്ഥം ഏറ്റുവാങ്ങി തൊഴുത് പ്രാർത്ഥിക്കുക. ആ അമ്മ ആ സമയം പ്രസന്നയായിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേവൻ പ്രസന്നനായിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അപേക്ഷിക്കുന്ന അപേക്ഷ തീർച്ചയായും കൈകൊള്ളുന്നതാണ്. അതുകൊണ്ട് അത്താഴപൂജയിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അതിനോടൊപ്പം തന്നെ 3 നേരം ശിവേലി ഉള്ളയിടങ്ങളിൽ ശിവേലി നടക്കുന്നതാണ്. അത് മറക്കരുത്. പിന്നെ നടയടയ്ക്കുന്നു. രാവിലെ വീണ്ടും നിർമ്മാല്യം തൊട്ട് തുടങ്ങുന്നു. ഇതാണ് സാധാരണ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും കാര്യങ്ങളും. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. എനിക്കറിയുന്ന പ്രകാരം ഞാൻ നിങ്ങളിലെത്തിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോയാൽ എപ്രകാരമാണ് തൊഴുതു മടങ്ങേണ്ടത്, അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുകൊണ്ട് കാത്തിരിക്കുക, സുഖമായിരിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം.